പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും വെൽക്കം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ഈവനിങ് സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് പിന്നെയും കടന്നു വരുവാൻ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നതിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം, വിശ്വാസവർദ്ധനവിന് കാരണമായി തീരണം. ആണിപ്പാടുള്ള കരകളിൽ വെച്ച് നിൻ്റെ ദാസിയെ ഞങ്ങൾക്കായിട്ട് ഇന്ന് ഉപയോഗിച്ചാട്ട് കർത്താവെ, അങ്ങനെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കും കർത്താവെ അവിടുത്തെ സാന്നിധ്യവും ശക്തിയും ഈ ശുശ്രൂഷയിലൂടെ അനുഭവിപ്പാൻ കൊണ്ട് സഹായിച്ചാട്ട്, കുടുംബങ്ങൾ ക്ഷമിച്ചാട്ട്, ദൈവമഹത്വം വെളിപ്പെടുത്തിക്കാട്ട്. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അത്ഭുത സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കുവൈറ്റിൽ നിന്ന് പ്രിയ സിസ്റ്റർ ഗോൾഡി സിജു ആണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഇപ്പോൾ ലൈവിലാണേ. അതെ, കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലയോ? ഓക്കെ ഓക്കെ. നാട്ടിലെവിടാ സിസ്റ്റർ അന്നേരം? എന്റെ വീട് നാട്ടില് റാന്നിയിൽ. ഓക്കെ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാം. നാട്ടില് റാന്നിയില് വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പൊ കുവൈറ്റിൽ ആരൊക്കെയുണ്ട്, അതെല്ലാം ഒന്ന് പരിചയപ്പെടാം. റാന്നിയിൽ എവിടെയാ സിസ്റ്ററെ? റാന്നിയില് പുളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഉന്നക്കാവ് പോകുന്ന റൂട്ടില് 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ വീട്. അവിടെ ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ശരി. എല്ലാം പേരൻസ് എല്ലാം റാന്നി തന്നെയല്ലേ? എന്റെ വീട് റാന്നിയില്ല, എന്റെ പേരൻസ് റാന്നിയിലുണ്ട്. ശരി ശരി. ഇപ്പൊ വീട്ടുകാരിയൊക്കെ ഒന്ന് കേൾക്കാം, ജനിച്ചു വളർന്ന സ്ഥലവും മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കാം. 2 ലൈൻ ഒരു പാട്ട് പാടിയിട്ട് സാക്ഷ്യം തുടങ്ങിക്കോട്ടെ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ദൈവനാമത്തിന് മഹത്വം. എന്റെ പേര് പറഞ്ഞതിൻ്റെ ഗോൾഡി സിജു എന്നാണ്. എന്റെ വീട് റാന്നിയിലാണ്. ഇവിടെ ഞങ്ങള് കുവൈറ്റിൽ കുടുംബമായി താമസിക്കുന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോസഫ് സിജു. ഞങ്ങൾക്ക് 3 ആൺമക്കളെ ദൈവം ദാനമായി തന്നു. മൂത്ത പൈതന്റെ പേര് ഏബൽ, ബിടെക് 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ പൈതല് മൈക്കിള്, ബിടെക് 1st ഇയർ പഠിക്കുന്നു. മൂന്നാമത്തെ പൈതല് ഡാനിയല്, ഇവിടെ 9th പഠിക്കുന്നു. കുവൈറ്റിലെ കുടുംബമായി ഞങ്ങൾ താമസിക്കുന്നു. എന്റെ വീട് റാന്നിയില്. എനിക്ക് മാതാവും പിതാവും 2 സഹോദരിമാരുമുണ്ട്. വീട്ടിൽ മൂത്ത മകളായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ നേരെ ഇളയ സിസ്റ്റർ ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. അവര് വിശ്വാസത്തിലാണ്. ഇളയ സിസ്റ്റർ നാട്ടില് കുടുംബമായിട്ട് സെറ്റിൽഡ് ആണ്. എന്റെ മാതാവും പിതാവും ഇളയ സഹോദരിയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. ഹസ്ബൻഡിന്റെ വീട് എവിടെയാ? ഹസ്ബൻഡിന്റെ വീട് തിരുവല്ല. ഞങ്ങള് റാന്നിയില് ഞങ്ങളൊരു വീട് വെച്ചായിരുന്നു. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ ഞങ്ങൾ റാന്നിയിൽ ഒരു വീട് വെച്ചു. അപ്പൊ എന്റെ മാതാവും പിതാവും ഇപ്പൊ ആ വീട്ടില റാന്നിയില താമസിക്കുന്നത്. നമ്മൾ അവിടെ. ദൈവത്തിന് സ്തോത്രം. കുവൈറ്റിലായിട്ട് നാളുകളായോ? കുവൈറ്റിലായിട്ട് 2001 ഞാൻ കടന്നു വരുന്നത്. 2003 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഹസ്ബൻഡ് പിന്നെ വന്നു. ഓ ശരി. ഏത് ചർച്ചിലൊക്കെ എവിടെയാ? അവിടെ ഇവിടെ ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത്. ഞാൻ ഇവിടെ വന്ന് സ്നാനപ്പെട്ടത് ചർച്ച് ഓഫ് ഗോഡിൽ. ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു അല്ലേ? അല്ലായിരുന്നു. ഞങ്ങള് ക്നാനായ യാക്കോബ സമുദായത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാനാണ് ആദ്യം വന്നത്. ഓ ശരി, അത് ശരി. പിന്നെ സിജിപുറത്തോട് ചേർന്ന് വരികയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഭവനത്തിലുള്ളവരെല്ലാരും പെന്തക്കോസ്തായിരുന്നു. മുൻപ് മർത്തോമയായിരുന്നു. അവിടുന്ന് വിശ്വാസത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്നത്.
അപ്പോൾ നമുക്ക് അനുഭവങ്ങൾ കേൾക്കാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം, വിശ്വാസത്തിൽ വന്ന അനുഭവങ്ങൾ പറയാം. പിന്നെ അതിലൊക്കെ വലിയ അനുഭവമുണ്ട് അല്ലേ? ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് എല്ലാം നന്മയ്ക്കായി കർത്താവ് ചെയ്യുന്നെന്ന് പാട്ട് പാടിയെങ്കിൽ തീർച്ചയായിട്ടും അതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ അനുഭവങ്ങളും പറയാം കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡിയായിരിക്കും. ചെറിയ പ്രായം മുതലേ ഉള്ള അനുഭവങ്ങൾ സിസ്റ്റർ പറഞ്ഞോ. അതിൽ അത്യാവശ്യം ഉണ്ടല്ലോ ഇടയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഓക്കെ. ശരി, കണ്ടിന്യൂ ചെയ്യാം. ഞാനൊരു പറഞ്ഞതിൻ്റെ തൊട്ട് ഞാനൊരു ക്നാനായ യാക്കോബ് സമുദായത്തിലാണ് ഉള്ള കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. മൂത്ത മകളായിട്ടാണ് ജനിച്ചത്. ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെയും ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഉത്സാഹിപ്പിച്ചിരുന്നു. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവും, നോമ്പെടുക്കുകയും നേർച്ച കാഴ്ചകളും അങ്ങനെ എല്ലാ രീതിയിലും ഭക്തിയോടെ തന്നെ ഞങ്ങൾ ജീവിക്കാൻ സഹായിച്ചു. വീട്ടിലാണേലും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ബൈബിൾ വായിക്കുകയും പാട്ടുപാടുകയും എല്ലാ കാര്യങ്ങളും അതായത് രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു പോകുന്നു. ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെ നല്ല മക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് എന്നെ കണ്ടിരുന്നോണ്ട് പിന്നീട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. കൃപയാൽ ഒന്ന് മാത്രം, കൃപയാലാണല്ലോ നമ്മൾ ആത്മരക്ഷ പ്രാപിക്കുന്നത്. സോ അതുപോലെ കർത്താവ് എന്നെ കണ്ടുകൊണ്ട് പിന്നീട് വിശ്വാസത്തിൽ വരുവാൻ ഇടയായി. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും സ്കൂളിൽ ഉള്ള വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി എല്ലാം കർത്താവ് എൻ്റെ കൃപയാൽ നന്നായിട്ട് കഴിയാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലാണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ ഡൽഹിയിൽ കടന്നുപോയി. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പെന്തക്കോസ്ത് ചർച്ചിലൊക്കെ പോവായിരുന്നു. അവര് വിളിക്കുമ്പം പോവും എന്നല്ലാതെ എനിക്ക് കൂടുതൽ യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാത്തലിക് ചർച്ചിലും യാക്കോബ ചർച്ചിലും എല്ലായിടത്തും ഞങ്ങള് പോവായിരുന്നു. അല്ലാതെ ദൈവമായിട്ടുള്ള ഒരു അടുത്ത ബന്ധമൊന്നും എനിക്ക് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ 2 വർഷം എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് കുവൈറ്റിലോട്ട് കടന്നു വരാൻ ദൈവം സഹായിച്ചത്. എൻ്റെ പപ്പയുടെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പാപ്പന്റെ വൈഫും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വിസിറ്റ് വിസയിലാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഈ പപ്പയുടെ പെങ്ങളും ഉപ്പാപ്പന്റെ വൈഫും ആദ്യമായിട്ട് അവരാണ് ഈ ക്നാനായ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ആന്റിയുടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങി. ദൈവദാസന്മാരുടെ മെസ്സേജ് ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. വചനത്തിന്റെ സത്യങ്ങൾ, അതായത് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ഇത് സത്യമാണ്, ദൈവകൽപ്പനയാണ്. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവം ആരും എന്നോടൊന്നും നിർബന്ധിച്ചില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോഴൊക്കെ ദൈവകൽപ്പന സ്നാനത്തിന്റെ കാര്യം പലപ്പോഴും എനിക്ക് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇത് സത്യമാണെന്ന് മനസ്സിലായി. സ്നാനപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് വന്നത് എൻ്റെ വീട്ടില് മൂത്ത ആളാണ്. പപ്പായൊക്കെ ഇച്ചിരി ഭയം ഉള്ളതുകൊണ്ട് എങ്ങനെ സ്നാനപ്പെട്ട എങ്ങനെ പറയുമെന്ന് ഓർത്ത് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. റിട്ടൺ ഞാൻ പാസ്സായി. ഓറൽ ഇന്റർവ്യൂവിന് ആദ്യം അവരെ ഇന്റർവ്യൂ ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് 2-3 എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് കാർഡിയോളജിയിലായിരുന്നു. അപ്പം അതിനകത്തൊന്ന് അല്ലാത്ത ചോദിച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അവര് പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഞാൻ ഫെയിൽ ആയി പോകുമെന്ന്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതെല്ലാം ആൻസർ പറയാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഞാൻ പാസ്സായി. ആക്ച്വലി ആ സമയത്ത് ഇവിടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ 1000 KD കൊടുക്കണമായിരുന്നു. പലരും അത് കൊടുത്തു പാസ്സായ ഒരു സമയമായിരുന്നു ആ സമയം. നമ്മുടെ കയ്യില് പൈസയൊന്നും കൊടുക്കാനില്ല. ഞാൻ വിസിറ്റ് വിസാനാ വന്നത്. അപ്പം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററും ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒരു പൈസ പോലും കൊടുക്കാതെ ഇങ്ങനെ ദൈവം സഹായിച്ച് ജോലിക്ക് ചേർന്നാണ്. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു.
അത് കഴിഞ്ഞിട്ട് ഈ സ്നാനപ്പെടാനുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അന്നേരം ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാ ദൈവമേ സ്നാനപ്പെടുന്നത്? ദൈവം എനിക്കൊരു അടയാളം കാണിച്ചു തരാമെങ്കിൽ ഞാൻ സ്നാനപ്പെടാമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം നമ്മള് വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഗിദെയോന് ദൈവത്തോട് അടയാളം ചോദിച്ചെന്ന്. അപ്പൊ ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ചു, നീ ഒരു അടയാളം കർത്താവെ കാണിക്കുവാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാം. അങ്ങനെ ദൈവത്തോട് ഒരു രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു, ഒരു അടയാളം ചോദിച്ചിട്ട്. അന്നേരം അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു, എന്റെ പപ്പ സ്നാനപ്പെടാൻ പോകുന്നു, കൂടെ കുറെ ആൾക്കാരും ഉണ്ട്, സ്നാനപ്പെടാനായിട്ട് പോകുന്നു. അന്നേരം എനിക്ക് സന്തോഷമായി. രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് ദൈവസന്നിധിയിൽ എന്നെ സ്നാനത്തിനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷയേറ്റു പറഞ്ഞായിരുന്നു. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചായിരുന്നു. ഞാൻ കടന്നു പോകുന്ന ചർച്ച് ഓഫ് ഗോഡ് ആണ്. അവിടെ ആവരണം ഊരിയാൽ മാത്രമേ സ്നാനം തരത്തുള്ളൂ, പിന്നെ കർത്തൃമേശയും തരത്തുള്ളൂ. അപ്പം എനിക്കൊരു കമ്മലെങ്കിലും ഇടാൻ ആഗ്രഹിച്ചായിരുന്നു. കാരണം ആഭരണമെല്ലാം ഊരിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഒരു കമ്മലെങ്കിൽ ആഗ്രഹിച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ എന്തോ ചെയ്യണ്ടേ, ഊരണോ വേണ്ടായോ? അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച്, നമ്മള് കർത്താവിന്റെ ശിഷ്യന്മാരില് യൂദാസിന് പകരം മത്തിയാസിനെ തെരഞ്ഞെടുത്തപ്പോൾ അവര് ചീട്ടിട്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചീട്ടിട്ടു. ഒരു സൈഡില് ആഭരണം സ്നാനത്തിന് വേണ്ടി മാത്രം ഊരാന്ന് എഴുതി, മറ്റേ സൈഡിൽ എഴുതി എന്നേക്കുമായിട്ട് ഊരാമെന്ന് എഴുതി. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ചീട്ട് 3 പ്രാവശ്യവും എനിക്ക് പെർമനന്റ് ആയിട്ട് ഊരാമെന്നാ കിട്ടിയത്. അങ്ങനെ ഞാൻ ആഭരണം ഊരി ഡിസംബർ 28 2001 ഞാൻ സ്നാനപ്പെട്ടു. കർത്താവിനോട് ചേരുവാൻ ഇടയായി. പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് എനിക്ക് അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ 2003 ഞങ്ങളുടെ വിവാഹം നടന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ 3 ആൺമക്കളെ ദൈവം ദാനമായിട്ട് നൽകി. പിന്നീടുള്ള ഞങ്ങളുടെ അനുഭവം എന്ന് വെച്ചാല്, ഞാൻ അഭിഷേകം കിട്ടുന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് ആത്മാഭിഷേകം പ്രാപിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാരും അന്യഭാഷയിലൊക്കെ ആരാധിക്കുന്നു, കർത്താവെ എങ്ങനെയാന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 9 മാസം കാത്തിരുന്നു അഭിഷേകം കിട്ടാനായിട്ട്. അന്നേരം ഞാൻ ഒത്തിരി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ്. മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് അഭിഷേകം കിട്ടുന്നത്. അന്ന് നാട്ടിൽ നിന്നുള്ള ഒരു ദൈവദാസനായിരുന്നു അന്ന് വന്നത്. അന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ പല അവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്ഷൻ ആയിരുന്നു. ആദ്യം പരിശുദ്ധാത്മാവ് വെള്ളം പോലെ ഒക്കെ വരും, പിന്നെ വെള്ളം പോലെ ഉള്ള ആ അവസ്ഥയെ കാണിക്കുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവ്, പിന്നെ കാറ്റ്, പിന്നെ തീയ്. അങ്ങനെ ആദ്യത്തെ 2 പ്രാവശ്യവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവെ ഇനി ഇതൂടെ ഉള്ള തീയുടെ അവസ്ഥയും കൂടെ കഴിയും, മെസ്സേജ് തീരും, ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് അഭിഷേകം തരണേ. ഓരോ മീറ്റിങ്ങിനും പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഈ പരിശുദ്ധാത്മാവിന്റെ തീയുടെ ഭാഗം വന്നു കഴിഞ്ഞപ്പോ ഞാൻ അന്നേരം ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിന്റെ വലിയ ശക്തി എന്റെ മൺകൂടാരത്തിന്മേൽ ദൈവം പകർന്നു. ദൈവത്തിന് സ്തോത്രം. അത് വലിയ ശ്രേഷ്ഠകരമായ അനുഭവമായിരുന്നു എനിക്ക്. അങ്ങനെ എന്റെ വിവാഹം 2003 കഴിഞ്ഞു. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടായപ്പം ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് എക്സീമയായിട്ട് ഭാരപ്പെട്ടു. മറ്റേ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കുഞ്ഞിന് ഇച്ചിരി കൂടുതലായിരുന്നു. മോന്റെ സ്കിന്ന് മുഴുവൻ വെള്ളം പൊട്ടി ഒലിച്ച് ഉള്ള അവസ്ഥയായിരുന്നു. ഭയങ്കര ഇച്ചിങ് ആയിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കാലയിലിട്ട് ആട്ടിയായിരുന്നു കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ എക്സീമ കൂടിയപ്പോ ഇവിടത്തെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടും കുറഞ്ഞില്ല. എക്സീമ കൂടിയപ്പം ഹസ്ബൻഡ് കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് കൊണ്ടുപോയി. നാട്ടിൽ ചെന്നിട്ട് ഡെർമറ്റോളജി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. കുറച്ചൊക്കെ ആശ്വാസം കിട്ടി, മാറി. പിന്നെ 6 മാസം കഴിഞ്ഞപ്പം കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ക്ലൈമറ്റില് എല്ലാം തിരിച്ചു മടങ്ങി വന്നു. എല്ലാ എക്സീമയും തിരിച്ച് അതുപോലെ വന്നു. ആ മെഡിസിൻസ് ഒക്കെ നാട്ടിൽ നിന്ന് തന്നത് ഞാൻ അതൊക്കെ കൊടുത്തു. പക്ഷെ അതൊന്നും കുറയാൻ ഇടയായിട്ടില്ല. പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പം കംപ്ലീറ്റ് വിടുതല് ദൈവം കൊടുത്തു. അങ്ങനെ വിശ്വാസത്തോടെ ഞാൻ ആ മെഡിസിൻ എല്ലാം എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ടു.
കാരണം കർത്താവ് ഒരു സൗഖ്യം കൊടുത്താൽ അത് കംപ്ലീറ്റ് ആണല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. പിന്നെ ഒരിക്കലും ആ എക്സീമ അവന്റെ ശരീരത്തിൽ മടങ്ങി വന്നില്ല. എന്റെ പപ്പായുടെ സിസ്റ്റർ വലിയ വിശ്വാസത്തിന്റെ ഒരു ഉടമയായിരുന്നു. അപ്പൊ ആന്റിയുടെ താമസിച്ചുകൊണ്ടപ്പോ ആന്റിയുടെ ആ വിശ്വാസം ഭയങ്കരമായോണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ ഒരു കൃപ എന്നിലും ദൈവം പകർന്നു തന്നായിരുന്നു. അപ്പം കർത്താവിനെ അങ്ങ് കൂടുതൽ വിശ്വസിക്കാനുള്ള കൃപ കുഞ്ഞിലെ ദൈവം എനിക്ക് തന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഞാൻ ഇതിനിടയ്ക്ക് മിനിസ്ട്രി ഞാൻ ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ, 2002 അത് പറയാൻ വിട്ടുപോയി, ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ കുഞ്ഞിനെ എക്സിമായിട്ട് ഈ കുഞ്ഞിനെ വിട്ട സമയം തൊട്ട് എനിക്ക് തലവേദനയായിട്ടുള്ള ഭാരം തുടങ്ങി. തലവേദന എന്ന് പറഞ്ഞാൽ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ അത് മൈഗ്രെയിനായിട്ട് മാറി. 3, 4, 5 ദിവസം വരെ എല്ലാ മാസവും എനിക്ക് തലവേദന വരുമായിരുന്നു. തലവേദന ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. എന്റെ മൈഗ്രെയിൻ അറിയാൻ വയ്യാത്തവരാരും ഇല്ലായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡ്യൂട്ടിയിലുള്ളവരാണേലും ഞങ്ങളുടെ സഭയിലാണേലും ദൈവദാസന്മാരൊക്കെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. പലപ്പോഴും ഷോളെല്ലാം കെട്ടി മുറുക്കി ഉള്ള ഒരവസ്ഥയായിരുന്നു ഞാൻ കിടന്നിരുന്നത്. പിന്നെ മരുന്നുകളൊക്കെ കഴിച്ചാലും ഒരു ആശ്വാസം പോലെ എനിക്ക് കിട്ടിയിരുന്നുള്ളു. നാട്ടിൽ പല പ്രാവശ്യം പോയിട്ട് ഞാൻ ഹോമിയോ എടുത്തു, അലോപ്പതി എടുത്തു, ആയുർവേദവും എല്ലാം ഒക്കെ എടുക്കാൻ ഇടയായി ട്രീറ്റ്മെന്റ്. എന്നാലും വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് ഉണ്ടായില്ല. അത് അങ്ങനെ ഒരു അന്നേരമൊക്കെ കർത്താവ് എന്നെ ബലപ്പെടുത്തിയ വചനം ഈ 2 കൊരിന്ത്യർ 12:9 എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുള്ള ആ വചനമായിരുന്നു എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കർത്താവിന്റെ ആ ശക്തിയിൽ, ആ കൃപയിൽ ഞാൻ ആശ്രയിച്ചു. അങ്ങനെ കർത്താവിന്റെ കാൽവറി കുരിശ് നോക്കാൻ ഇടയായി ആ സമയങ്ങളൊക്കെ. അന്നേരം ഞാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നീണ്ട 16 വർഷം എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആശ്വാസം ലഭിച്ചത്. 16 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തില് ഒരു 2 ആക്സിഡന്റ്സ് ഉണ്ടായി. അതിനകത്തൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ വിടുവിച്ചു. 2019 ഞങ്ങള് വെക്കേഷന് നാട്ടിൽ കടന്നു പോയപ്പോൾ എന്റെ ഹസ്ബൻഡും മൂത്ത മോനും സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിന്റെ സൈഡിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ആ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന്റെ ഫ്രണ്ട് വീഴാൻ ഇടയായി. അങ്ങനെ ഗ്ലാസ് മുഴുവൻ പൊട്ടി ഫ്രണ്ട് മുഴുവൻ പോകാനിടയായി. എയർ ബാഗ് ഓപ്പൺ ആയത് കാരണം ഹസ്ബൻഡിനും കുഞ്ഞിനും നിസ്സാര പരിക്കുകളെ ഉണ്ടായിട്ടുള്ളു. അന്ന് മഴയുള്ള സമയമായിരുന്നു, കറണ്ട് ഒക്കെ പാസ് ചെയ്യായിരുന്നു, എല്ലാവരും ഓടിക്കൂടി, വലിയ ആക്സിഡന്റ് ആയിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2022 ഞങ്ങള് കുടുംബമായിട്ട് ഈ ദേശത്ത് വെച്ച് രാവിലെ ആരാധനയ്ക്ക് കടന്നു പോയപ്പോൾ വണ്ടി റോഡിന്റെ ഡിവൈഡറിൽ ഇടിച്ചു. വണ്ടി ഒന്ന് സ്കിഡായി റോഡിന്റെ ഡിവൈഡറിൽ ഇടിച്ചു. കറങ്ങി വണ്ടി ഫുള്ള്. പക്ഷെ വണ്ടി മറിഞ്ഞില്ല. അത് കാരണം ഞങ്ങള് കുഴപ്പമൊന്നും ഇല്ലാതെ ദൈവം വിടുവിച്ചു. സീറ്റ് ബെൽറ്റ് മുറി, എന്റെ കഴുത്തിനൊരു മുറിവുണ്ടായി. പിന്നെ മൂത്ത പൈതലിന്റെ കണ്ണിന്റെ സൈഡിൽ ഒരു മുറിവുണ്ടായി. കണ്ണിനൊന്നും പറ്റിയില്ല. അങ്ങനെ ദൈവം ആ ഒരു ആക്സിഡന്റിലും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ടു. ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വചനത്തില് വായിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ ഞങ്ങളെ തിരികെ കയറ്റുന്നൊരു വചനമുണ്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് അനർത്ഥമായിട്ട് ദൈവം ഇടയാക്കി തീർന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. 2020 പ്രതീക്ഷിക്കാതെ ക്യാൻസർ എന്നുള്ള രോഗം എനിക്ക് ഡയഗ്നോസ് ചെയ്യാനിടയായി. കോവിഡിന്റെ ടൈം ആയിരുന്നു. 2-3 മാസമായിട്ട് എനിക്ക് റൈറ്റ് ഷോൾഡറിനും കൈക്കും വേദന ഉണ്ടായിരുന്നു. ഞാനത്ര കാര്യമാക്കിയില്ല. കാരണം എല്ലാവർക്കും ഒക്കെ വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് നല്ല നടുവേദനയും ഉണ്ടായിരുന്നു, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഞാൻ കാർഡിയോളജിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, CCUല്, കൊറോണറി കെയർ യൂണിറ്റില്. അന്നേരം കോവിഡ് വാർഡിലേക്ക് ഞങ്ങളുടെ അവിടുന്ന് സ്റ്റാഫിനെ ഒക്കെ വിടുമായിരുന്നു അവിടെ ഹെൽപ്പിന് വേണ്ടി. അപ്പം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കാരണം ഡ്യൂട്ടി ബിസി ആയിരുന്നു. ഞാൻ പൊതുവെ ഓടി നടക്കുന്ന ഒക്കെ സ്വഭാവമായോണ്ട് ഇരിക്കാത്ത സ്വഭാവമുണ്ട്, ദേഹത്തൊക്കെ വേദനയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ മാറാതിരുന്നപ്പം ഞാൻ ഓർത്തോ ഡോക്ടറെ കാണാൻ പോയി.
ഓർത്തോ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, ഷോൾഡറിന്റെ എക്സ്റേ എടുത്തു. എന്നോട് പറഞ്ഞു MRI ഷോൾഡർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അനാൽജസിക്കും എല്ലാം തന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കോവിഡിന്റെ സിംറ്റം പോലെ സ്മെല്ലും ടേസ്റ്റും ഇല്ലാതെ വന്നു. വേറെ ഒന്നും അന്നേരം ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോ സ്വാബ് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാ. അത് കഴിഞ്ഞിട്ട് 14 ഡേയ്സ് ഞാൻ ക്വാറന്റൈനായി. ക്വാറന്റൈൻ ആയ സമയത്താണ് പിന്നെ എനിക്ക് ഭയങ്കരമായ തലവേദനയും പനിയൊക്കെ ഉണ്ടായത്, കോവിഡിന്റെ സിംറ്റംസ് തുടങ്ങിയത്. അങ്ങനെ ആ ക്വാറന്റൈൻ്റെ സമയത്ത് ഞാൻ ഈ കോവിഡിന്റെ മെഡിസിനും, കാരണം എനിക്ക് ആന്റിബയോട്ടിക് ഒക്കെ തന്നായിരുന്നു. ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ മെഡിസിനും എല്ലാ മരുന്നുകളും ഷോൾഡർ പെയിന്റെ മെഡിസിനും എല്ലാം കഴിച്ചപ്പോൾ കുറച്ച് ഷോൾഡർ പെയിൻ കുറഞ്ഞു. അങ്ങനെ 14 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്. അന്നേരം അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു MRI ചെയ്യാനായിട്ട്. അത് കാരണം MRI ചെയ്തു. എന്റെ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് MRI ചെയ്യാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ റേഡിയോളജി ചെയ്തത്. MRI ചെയ്ത് കഴിഞ്ഞപ്പം ആ ടെക്നീഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കോൺട്രാസ്റ്റ് ചെയ്യണമെന്ന്. പ്ലെയിൻ MRI ആദ്യം ചെയ്തത്. അപ്പൊ ഞാൻ ഇച്ചിരി ഭയപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു എന്തിനാ, ഞാൻ വിചാരിച്ചു നോർമൽ ആയിരിക്കും റിസൾട്ട് എന്ന് ചിന്തിച്ചാ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നത്. അപ്പം പറഞ്ഞു കോൺട്രാസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ അന്നേരം പേടിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്ത് ഞാൻ തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് പകല് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരുന്നു ഈ പ്രൊസീജിയർ ചെയ്തത്. എനിക്ക് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഞാനങ്ങ് ഭയന്നു പോയി. എന്തുവാ എനിക്ക് വല്ല രോഗമാണോ ഡയഗ്നോസ് ചെയ്യാൻ പോകുന്നത്, മാരക രോഗമാണോ എന്നോർത്ത് ഉറക്കം വന്നില്ല. ഒത്തിരി ഞാൻ ഭയപ്പെട്ടു. ഒട്ടും ഞാൻ ഉറങ്ങിയില്ല. ഒരു സ്വസ്ഥതയില്ലാത്ത മനസ്സ് എനിക്ക് ഉണ്ടായി. അന്ന് രാത്രി ഒരു നൈറ്റ് ഡ്യൂട്ടിയുടെ പോകണമായിരുന്നു. അന്ന് രാത്രി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പം വാട്സപ്പിൽ ഒരു ദൈവദാസന്റെ മെസ്സേജ് കേട്ടു. സങ്കീർത്തനങ്ങൾ 27:13. ഞാൻ ജീവനിലുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ആ മെസ്സേജ്, ആ ദൈവദാസന്റെ ആ വചനത്തിൽ കൂടെയുള്ള മെസ്സേജ് എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി, ആശ്വസിപ്പിച്ചു, ബലപ്പെടുത്തി. എന്ത് ഡയഗ്നോസ് ചെയ്താലും ഞാൻ ജീവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്, അത് നിറവേറും. അങ്ങനെ ഞാൻ ധൈര്യപ്പെട്ടു, സമാധാനിച്ച്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കോൺട്രാസ്റ്റ് MRI ചെയ്യാനായിട്ട് കടന്നു പോകുന്നത്. അന്ന് രാവിലെ ആദ്യം MRI ഷോൾഡർ കോൺട്രാസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ CT ചെസ്റ്റിന് എടുത്തു. ഞാൻ ഒന്നും ചോദിച്ചില്ല. ദൈവത്തിന്റെ ഒരു വചനം എനിക്ക് എന്റെ നാവിൽ തന്നായിരുന്നു. ജീവനും കൃപയും, ഇയ്യോബിന്റെ 10:12, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ആ വചനം എനിക്ക് നേരത്തെ തന്നായിരുന്നു ദൈവം അന്ന് രാവിലെ. ആ വചനം പറഞ്ഞ് ഞാൻ ആ പ്രൊസീജിയറിനകത്ത് കിടന്നു. അത് കഴിഞ്ഞ് CT ചെസ്റ്റ് എന്നെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെന്റെ CCUയിൽ കടന്നുപോയി. അവിടെ നിന്ന് റേഡിയോളജിസ്റ്റ് വിളിച്ചു മാമോഗ്രാം ചെയ്യാൻ വരാനായിട്ട്. കാരണം എന്റെ ഷോൾഡറിന്റെ MRI ചെയ്തപ്പോൾ ഷോൾഡർ വലിയൊരു മുഴ അവര് കണ്ടു. അപ്പൊ അത് ക്യാൻസർ ആണെന്ന് സസ്പെക്ട് ചെയ്ത് അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവര് CT ചെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് അവര് ഈ ബ്രസ്റ്റിൽ ലംബ് കണ്ടു. അത് കണ്ടിട്ടാ, ഇതൊന്നും എനിക്കറിയത്തില്ല, അത് കണ്ടിട്ട് എന്നെ മാമോഗ്രാം ചെയ്യാൻ വിളിച്ചു. മാമോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് ലംബ് കണ്ടുകൊണ്ട് ബയോപ്സിക്ക് വിട്ടു. എല്ലാം ഒരു ദിവസം കൊണ്ട് കഴിയാനിടയായി. വലിയൊരു ദൈവികമായ ഒരു സ്വസ്ഥതയും സമാധാനവും എനിക്ക് ദൈവം തന്നു. ഭയപ്പെടേണ്ട എന്നുള്ള ഒരു കാരണം ഓൾറെഡി ദൈവം എനിക്കൊരു വചനം തന്നല്ല. അത് ഞാൻ ഓർത്തോർത്തിരുന്നു. എന്ത് സംഭവിച്ചാലും, എന്തോ ഡയഗ്നോസ് ചെയ്താൽ പോലും പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു മനസ്സിൽ ഉറപ്പിച്ചു. അപ്പൊ ആ പ്രൊസീജിയർ എല്ലാം കഴിയാനിടയായി. 2 ദിവസം കഴിഞ്ഞപ്പം ബയോപ്സിയുടെ റിസൾട്ട് വന്നു. മലിഗ്നന്റ് ആണെന്ന്, ക്യാൻസർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ കുവൈറ്റിലെ ഹോസ്പിറ്റലിൽ കടന്നുപോയി. KCC എന്ന് പറഞ്ഞ കുവൈറ്റ് ക്യാൻസർ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഡോക്ടറെ കണ്ടു. ബയോപ്സി റിപ്പോർട്ട്, MRI ഷോൾഡർ റിപ്പോർട്ടും എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എനിക്ക് 4 സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ വിത്ത് ബോൺ മെറ്റാസ്റ്റാസിസ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഇടയായി. അത് കഴിഞ്ഞ് എനിക്ക് പെറ്റ് സ്കാനും ബോൺ സ്കാനും ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്തപ്പം എന്റെ ദൈവത്തിന്റെ വലിയ കരുണയാൽ എന്റെ ആന്തരിക അവയവങ്ങളിലൊന്നും ക്യാൻസർ സ്പ്രെഡ് ആകാൻ ഇടയായില്ല. എന്നാൽ ബോൺ സ്കാൻ ചെയ്തപ്പം എന്റെ ശരീരത്തിലുള്ള എല്ലാ അസ്ഥികളിലും ക്യാൻസർ സ്പ്രെഡ് ആയിരുന്നു. എന്റെ സ്കെലിറ്റൺ മുഴുവൻ ക്യാൻസർ മുഴകളുണ്ടെന്ന് കണ്ടു. ദൈവം
യെരമ്യാ പ്രവാചകനിൽ കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കടലിൽ നിത്യപ്രമാണമായി കവിഞ്ഞുകൂടാതെ വണ്ണം മണല് നിത്യപ്രമാണമായി അതിര് വെച്ചിരിക്കുന്ന എന്നുള്ള വചനം. ദൈവം കടലിൽ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ എന്റെ ശരീരത്തിലും ക്യാൻസർ ഇതുവരെ ആകാവുന്നുള്ള ദൈവം അതിര് വെച്ചിരിക്കുന്നു. അത് കാരണം ബോൺസിൽ മാത്രമേ പോയുള്ളൂ. ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങി. ക്യാൻസറിന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ടാബ്ലറ്റ്സും ഇഞ്ചക്ഷൻസും എല്ലാം ഉണ്ട്. അങ്ങനെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് ഷോൾഡറിന് എനിക്ക് റേഡിയേഷൻ എടുക്കാൻ ഇടയായി. വലിയ ലീഷൻ ആയതുകൊണ്ട് റൈറ്റ് ഷോൾഡറിന് റേഡിയേഷൻ എടുത്തു. സർജറി എനിക്ക് ചെയ്തില്ല, കാരണം ഡോക്ടർ പറഞ്ഞു ഓൾറെഡി ബ്രസ്റ്റിൽ നിന്ന് ക്യാൻസർ പുറത്തു പോയോണ്ട് സർജറി ചെയ്ത് റിമൂവ് ചെയ്താലും ചെയ്തില്ലേലും സെയിം തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലെന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് സർജറി ചെയ്തില്ല. ഇങ്ങനെയാണ് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡയഗ്നോസ് ചെയ്ത സമയത്ത് എന്റെ ശരീരത്തിലെ അസ്ഥികളിലെല്ലാം ക്യാൻസർ മുഴകൾ ഉള്ളതുകൊണ്ട് എന്റെ റിബ്സിലും ഒക്കെ ലീഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ബ്രീത്ത് ചെയ്യുമ്പോഴും ഒക്കെ വേദനയായിരുന്നു. കിടക്കാൻ വയ്യായിരുന്നു. ചാരി ഇരുന്നൊക്കെയായിരുന്നു കിടക്കുന്നത്. പിന്നെ കാലിലെ നടുവിന്റെ എല്ലാ ബോൺസിലും ഉണ്ടല്ലോ, അപ്പം കാല് മടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാല് ദൈവം എല്ലാത്തിനും എന്നെ സഹായിച്ചു. എന്റെ റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു എങ്ങും ഇടിക്കല്ലേ, വീഴല്ലേ, തട്ടല്ലേ, കാരണം എന്റെ ക്യാൻസർ ലീഷൻ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഫ്രാക്ചർ പറ്റിയാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും ദൈവം സഹായിച്ചു. എല്ലാത്തിനെയും ദൈവം കൺട്രോൾ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സഭയിലെ എല്ലാ ദൈവമക്കളും ദൈവദാസനും കുടുംബവും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനകളൊക്കെ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. അതിന്റെ ഫലമായിട്ട് ഇത്രത്തോളം സൗഖ്യം എനിക്ക് ദൈവം നൽകി തന്നു. എന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അമ്മയുടെ ഫെയ്ത്തിനുള്ള ടെസ്റ്റിംഗ് ആയത്, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം അവരെയും ബലപ്പെടുത്തി കുടുംബമായിട്ടുള്ള ഒരു ദൈവികമായ ഒരു സ്വസ്ഥതയും സമാധാനവും കുടുംബമായിട്ട് ഞങ്ങൾ അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്തു. ഈ സമയത്ത് ആസാദി TV ചാനലിലുള്ള സാക്ഷ്യങ്ങള്, ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ട് ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാന്ന് കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തമാണ്. യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചാൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ വലിപ്പം അനുഭവിച്ചറിയാനിടയായി. എന്നെ അറിയാവുന്നവർ, ഈ ദേശത്തുള്ളവര്, ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ളവര്, പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സമയത്തൊക്കെ ജോലിക്ക് പോകാനുള്ള കൃപയും ദൈവം എനിക്ക് നൽകി തന്നു. കുടുംബത്തിന്റെ കാര്യം നോക്കാനും ജോലിക്ക് പോകാനൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവം അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുമില്ല. ദൈവം എന്തെങ്കിലും അനുവദിക്കുവാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് അതിനുവേണ്ടി ഒരുക്കി തരും. എന്റെ കൂടെ ജോലി ചെയ്യുന്നവര്, എന്റെ കൊളീഗ്സ്, ഡോക്ടേഴ്സ്, ഇൻചാർജ് എല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു. എല്ലാരും എന്നെ കെയർ ചെയ്തു. ദൈവം നമ്മളെ കഷ്ടത തന്നിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ ദൈവം നമ്മളെ അതിനകത്ത് മറികടക്കാനുള്ള ദൈവകൃപ ശക്തി നമ്മുടെ മേൽ പകരും. ഈ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ അസ്ഥികളിലൊന്നും ക്യാൻസർ മുഴകൾ ഉണ്ടെന്ന് അറിയാത്ത സമയത്ത് ഞാൻ ജോലിയൊക്കെയും ബിസി ഡ്യൂട്ടികളൊക്കെ ചെയ്തു. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം എല്ലാം ദൈവം എന്നെ സൂക്ഷിച്ചു. വചനത്തിൽ പറയുന്നല്ലോ, എന്റെ അസ്ഥികളെല്ലാം സൂക്ഷിക്കുന്നു, അവരൊന്നും ഒടിഞ്ഞു പോകില്ലെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. കർത്താവ് എന്നെ സൂക്ഷിച്ചു. അറിയാതിരുന്ന സമയങ്ങളിൽ ഞാൻ ഇന്റൻസീവ് യൂണിറ്റിലാണല്ലോ വർക്ക് ചെയ്തത്. ബെഡ് പേഷ്യൻസ്, ലിഫ്റ്റിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഓടി നടന്ന് ജോലി ചെയ്യാൻ, ബിസി ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ. അന്നേരം ഒക്കെ ദൈവം എന്നെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വലിയ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം. പിന്നീട് ഓരോ സ്കാനുകളിലും ദൈവത്തിന് അനുകൂലമായിട്ട് കാണാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ എന്റെ ക്യാൻസറിന്റെ ബോൺസിലുള്ള എല്ലാ ആക്റ്റീവ് ലീഷൻസും എല്ലാം മാറാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ എന്റെ ക്യാൻസർ മുഴകൾ എന്ന് പറഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആയിട്ടായിരിക്കുന്നത്, ഒരു ഡോർമെന്റ് അവസ്ഥയിൽ അതിരിക്കുന്നത്, അത് ആക്റ്റീവ് അല്ല. ദൈവം എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് 4 വർഷത്തിന് മേലായി. 2020 സെപ്റ്റംബറിലായിരുന്നു. അപ്പൊ 4 വർഷത്തിന് മേലായി ഈ സെയിം ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നു. കാരണം ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് സെയിം ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു.
എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, ബോണിനെ പ്രൊട്ടക്റ്റീവ് ഇഞ്ചക്ഷൻ ഉണ്ട്, ഹോർമോൺ ഇഞ്ചക്ഷൻ ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ പെയിൻ കില്ലറിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ ഒരു പാച്ച് ഉണ്ട്. ഇനീഷ്യലി സ്ട്രോങ് പാച്ച് ആയിരുന്നു, നാർക്കോട്ടിക് ഫെന്റാനിൽ പാച്ച് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇച്ചിരി വീക്കായിട്ട് ഒരു പാച്ച് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും മധ്യേ ദൈവം നടത്തുന്നു. ട്രീറ്റ്മെന്റിന്റെ ഒക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് എനിക്ക് ശരീരത്തില്. പക്ഷെ കർത്താവ് അതിനെല്ലാം മറികടക്കാനുള്ള കൃപ ദൈവം തരുന്നു. ഫോളോ അപ്പ് പെറ്റ് സ്കാൻ ഒക്കെയും എല്ലാ 6 മാസവും കൂടിയിരിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. ഡോക്ടറെ കാണുന്നുണ്ട്, ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എന്നാലും കർത്താവ് നടത്തുന്നു, ജോലി ചെയ്യാനുള്ള കൃപ തരുന്നു. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, എന്റെ അവസ്ഥയിലുള്ള മറ്റനേകരെ ആശ്വസിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. പേഷ്യൻസിനെയൊക്കെ കാണുമ്പോഴും എന്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ദാവീദ് പറയുന്നതിൻ്റെ തൊട്ട് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നതിൻ്റെ തൊട്ട് ഞാൻ ഈ 4 സ്റ്റേജ് ക്യാൻസർ ഈ ഇത്രയും സ്പ്രെഡ് ചെയ്ത ആളാണോ ജോലിക്ക് വരുന്നത് എന്ന് ഒക്കെ അവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു, അവരും ആശ്വാസം പ്രാപിക്കുന്നത് കാണുവാൻ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ CCU ട്രാൻസ്ഫർ ചോദിച്ചിട്ട് ഞാനൊരു ലൈറ്റ് ഏരിയയിലോട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറാൻ ദൈവം സഹായിച്ചു. അവിടെ ആകുമ്പം ഷിഫ്റ്റ് ഡ്യൂട്ടി ഇല്ലല്ലോ, അപ്പം കുറച്ചുകൂടെ ലൈറ്റ്. 4 വർഷം അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് എന്നെ മാറാൻ ദൈവം സഹായിച്ചു. സങ്കീർത്തനങ്ങള് 119:71 പറയുന്നു, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായെന്ന്. ഈ കഷ്ടത സത്യം പറഞ്ഞാല് ദൈവത്തോട് അടുക്കുവാൻ എന്നെ ഇടയാക്കി. എന്റെ പ്രാർത്ഥനാ ജീവിതം, എന്റെ വചനധ്യാനം എല്ലാം മെച്ചപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പം ദൈവം നമ്മളുടെ ഒരു ശുദ്ധീകരണത്തിൽ കൂടെ ദൈവം നടത്തും. ക്രിസ്തുവിനോട് അനുരൂപമാകാൻ ദൈവം നമ്മളെ സഹായിക്കും. യോബി പറഞ്ഞിട്ട്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് അതിനകത്തുണ്ടല്ലോ. അതുപോലെ പൊന്നുപോലെ പുറത്തു വരുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ കഷ്ടതയ്ക്കും നമ്മൾ സ്തോത്രം ചെയ്യുവാൻ ഇടയായാൽ അതാണ് ഏറ്റവും നല്ല ഒരു ഭാഗ്യാവസ്ഥയെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. പിന്നെയും റോമർക്ക് എഴുതി 5:3 എഴുതിയിട്ടുണ്ടല്ലോ, കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുക, അതിനാൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അങ്ങനെ ഈ കഷ്ടങ്ങളില് എനിക്ക് ഇതുവരെയും ദൈവം എന്നെ നിർത്തി പെറുവിറുക്കാതെ ഇതുവരെ നിൽക്കാനുള്ള കൃപ ദൈവം എനിക്ക്, അത് എന്റെ കൃപയല്ല, കർത്താവ് തന്ന ഒരു ധൈര്യം, പ്രത്യാശ, അത് മാത്രമേ ഉള്ളൂ. എന്റെ മാതാപിതാക്കള്, എന്റെ ഇളയ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അവര് വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവര് മാത്രമല്ല, എന്റെ ഭവനത്തിലുള്ളവർ, കുടുംബത്തിലുള്ളവർ, ചർച്ചക്കാരൊക്കെ ഈ സത്യദൈവത്തെ അറിയാനും ഈ അനുഭവത്തിൽ വരാനും നിത്യജീവൻ അവകാശികളായി തീരാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്റെ ഈ ചെറിയ സാക്ഷ്യം കേൾത്തെ എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഈ ആസാദി TV കൂടെ അവസരം തന്ന പാസ്റ്റർക്കും സാൻഡി സിസ്റ്ററിനും നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. താങ്ക് യു. താങ്ക് യു സിസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ്. ദൈവം കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ചും പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഒരു വലിയ മാരകമാകുന്ന രോഗത്തിലൂടെ കടന്നു പോവുകയാണെന്നുള്ള അറിവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്. അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് ഒത്തിരി ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ. എത്രയോ പേര് അതിനകത്ത് കഷ്ടപ്പെടുന്നത്. പലപ്പോഴും ആളുകൾ പറയും കോമൺ ആയിരിക്കുക എന്ന് പറയും. എന്നാൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിജീവിച്ചവർ, പുറത്തു വന്നവർ, ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അത് എത്ര വലിയ ധൈര്യമാണ് നൽകുന്നത്. നമുക്കും അതിജീവിക്കാൻ പറ്റും, പുറത്തു വരാൻ പറ്റും എന്നുള്ളൊരു ബലം, ഉറപ്പ് നൽകുക. പ്രത്യേകിച്ച് സിസ്റ്ററുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വിശ്വാസത്താൽ നേരിട്ടു എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ പരിശോധനയാണെന്ന് മനസ്സിലാക്കി ആ വിധത്തിൽ അതിനെ നേരിട്ടപ്പോൾ വേഗത്തിൽ തന്നെ ഓവർകം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം, പ്രേക്ഷകരെല്ലാം പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഇനിയും വെളിപ്പെടുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും പ്രാർത്ഥിക്കും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന്
ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് അനുഗ്രഹമായി തീരും. നിശ്ചയമായിട്ടും സിസ്റ്റർ ജീവിതം വാഗ്ദത്തങ്ങൾ ചെയ്ത ദൈവം ആ വാഗ്ദത്തങ്ങളെ നിറവേറ്റി അനേകരുടെ മുമ്പിൽ സാക്ഷിയാക്കി ഇനി നിർത്തും. ആദ്യമായിട്ട് ഒരു സാക്ഷ്യം പറയുന്നത് അല്ലേ? ആദ്യമായിട്ടാ പാസ്റ്ററെ ഞാൻ ഇല്ലാതെ ഒരു 15 മിനിറ്റ്സ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ ആദ്യമായിട്ട് സാക്ഷ്യം പറയും. ഇനി ഒത്തിരി ഇടങ്ങളിൽ സാക്ഷ്യം പറയും. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞെങ്കിൽ നന്നായിട്ട് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ പറയുവാൻ ദൈവം കൃപ തന്നു. ഇനി ഒത്തിരി ഇടത്ത് സാക്ഷ്യങ്ങൾ പറയും. വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷിയാക്കി നിർത്തുന്ന കുടുംബമായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുക. ദീപ്തി സിസ്റ്ററാണ് സിസ്റ്റർ നമ്പർ തന്നത്. ഇതുപോലൊരു അത്ഭുത സാക്ഷ്യമാണ് ദീപ്തി സിസ്റ്റർ നമ്മുടെ ചാനലിൽ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരേ സമയത്തായിരുന്നോ? അതെ അതെ, ഞാൻ ദീപ്തിയുടെ സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അന്നേരം എന്റെ നമ്പർ സാന്റി സിസ്റ്റർ തന്നത്. അതെ അതെ അന്നേരം ഞാൻ ഓർത്തത് ഞാൻ സാക്ഷ്യം പറയാം. അതെ, സിസ്റ്റർ സാക്ഷ്യം കേട്ട് ഇനി അനേകർ പിന്നെയും സാക്ഷ്യത്തിനായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിവാഹമൊക്കെ വിശ്വാസത്തിന് വന്നതിന് ശേഷമാണല്ലോ വിവാഹം നടന്നത്. അതെ അതെ അതെ, ഹസ്ബൻഡൊക്കെ വിശ്വാസത്തിലായിരുന്നു അന്നേരം? അതെ, അവര് വിശ്വാസത്തിൽ ഓൾറെഡി ആയിരുന്നു. ഹസ്ബൻഡ് സിസ്റ്റർ ഇവിടെ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. അത് ശരി. നേരത്തെ അവര് മർത്തോമയായിരുന്നു. അവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ വിശ്വാസത്തിൽ വന്നു. ഞാൻ ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞിട്ട് എന്റെ വിവാഹം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. വീട്ടിലെന്താ എതിർപ്പൊന്നും ഇല്ലായിരുന്നോ? വീട്ടില് പേടിയായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഞാൻ സ്ഥാനപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞു പപ്പായോട് ഞാൻ സ്ഥാനപ്പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഒന്നും ഉണ്ടായില്ല. ദൈവം അതെല്ലാം കൺട്രോൾ ചെയ്തു. പിന്നെ വിവാഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം അനുഗ്രഹമായിട്ട് നടന്നു. ഒരു പ്രശ്നം നടന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനാട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവെ, കർത്താവിന്റെ നാമത്തെ ഓർത്തുവാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഈ ചാനലിൽ കൂടെ കർത്താവെ അടിയൻ തന്ന അവസരത്തിനാട് സ്തോത്രം. പിന്നെ പാസ്റ്ററേയും സാന്റി സിസ്റ്ററേയും കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണമേ. അനേകർക്ക് പിന്നെയും കർത്താവെ ഈ ചാനലിൽ കൂടെ ദൈവത്തെ സാക്ഷീകരിപ്പാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ ചാനലിനെ ദൈവം ഉപയോഗിക്കുന്നതിനാട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അടിയന്റെ സാക്ഷ്യം പറഞ്ഞ് കേട്ട എല്ലാരെയും ദൈവമേ ആ സാക്ഷ്യം മുഖാന്തരം അനുഗ്രഹിക്കണേ, ബലപ്പെടുത്തുന്ന ആയിരിക്കണേ, അവരെ ധൈര്യപ്പെടുത്താൻ അടിയന്റെ സാക്ഷ്യം ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുറവുകൾ കുറ്റങ്ങളൊന്നും ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. പാസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവം പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവ് പരിശുദ്ധർമ്മമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്റർമേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ സിസ്റ്ററെ. ഇയോ പറഞ്ഞതുപോലെ പൊന്നുപോലെ പുറത്തു വരും. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗോൾഡ് ഉണ്ട് പേരിൽ തന്നെ. അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതാനുഭവത്തിലും പൊന്നുപോലെ പുറത്തു വരും. ദൈവം സഹായിക്കട്ടെ. പ്രേക്ഷകരോട് എല്ലാം നന്ദി പറയുക. എല്ലാവരോടും നന്ദി പറയുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Thank you for watching. God bless you.